ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബാക്കി വരുന്ന പുട്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലൊക്കെ പുട്ടൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇനി കളയേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി വന്ന പരമാവധി ആളുകളും കളയലാണ്. കാരണം വെച്ചാൽ ചില പുട്ടൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ളത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡാവും, അപ്പോൾ ആരും അത് ഉപയോഗിക്കില്ല. അപ്പോൾ ഇനി പുട്ട് ബാക്കി വന്നാൽ കളയേണ്ട ആവശ്യമില്ല, ഇതുപോലെ തയ്യാറാക്കിയാൽ മതി. രാവിലെ നമ്മൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾ ഈ ഒരു ഡിഷ് തയ്യാറാക്കിയ സ്കൂളിൽ വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയതാണ്. അവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇത് ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായാൽ അതിലേക്ക് 2 ഏലക്കായും പിന്നെ ഒരു പൊട്ട് കറുവപ്പട്ടയും 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള മുറിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സവാള അത്യാവശ്യം നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ മസാല തയ്യാറാക്കുമ്പോൾ സവാള വഴറ്റിയെടുക്കുമല്ലോ, അപ്പോൾ ആ രീതിയിലായി കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് സവാള ആയി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്, ഇത്ര മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂണോളം. പിന്നെ ഒരു പച്ചമുളക് മുറിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ കൂടുതലായിട്ട് ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി ഞാൻ ചെറിയൊരു പീസാണ് ചേർത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഒരു 6 അല്ലിയോളം തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. നല്ലൊരു പഴുത്ത തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്ത് തന്നെ ചേർക്കാം. ഇനി ഈ ഒരു തക്കാളി നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ തക്കാളിയൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പൊടികളാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ കുറക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മല്ലിയിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും പാടെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. മുട്ട ഒന്ന് ചിക്കി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിൽ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാരറ്റ്, അതുപോലെ തന്നെ ക്യാബേജ്, ഗ്രീൻ പീസ് അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് 2 ടീസ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കുക, പുളിയില്ലാത്തത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഒന്നിങ്ങനെ കൂട്ടി വെച്ച് കൊടുക്കുക, ആ ചിക്കനിൽ ഇതിൻ്റെ എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ മസാലയൊക്കെ ചിക്കനിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് പുട്ട് ഇട്ട് കൊടുക്കാം. പുട്ട് ഞാനിവിടെ 1 കുറ്റി പുട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെയാണിത്. നമ്മൾ അജ്മീൻ്റെ പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കാരം, എത്ര നേരം വെച്ചാലും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും ആ ഒരു പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പിടുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യം. കാരണം വെച്ചാൽ നമ്മൾ മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പുട്ടുണ്ടാക്കിയപ്പോഴും അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും പാടെ മിക്സായി വരുമ്പോൾ കറക്റ്റ് പരുവത്തിലായി കിട്ടണം ഉപ്പ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനും. ഇനി പുട്ടിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു മസാലയൊക്കെ പുട്ടിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു പുട്ട് നമ്മൾ മസാലയിൽ ചേർത്തതിന് ശേഷം നമ്മൾ പരമാവധി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം ഇത് മിക്സാക്കി എടുക്കണമെങ്കിൽ. അപ്പോൾ അതാ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. അങ്ങനെ കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ചെറിയൊരു ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക.
അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ പുട്ടിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പുട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കുക. തീർച്ചയായും വീണ്ടും വീണ്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിൻ്റെ രുചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പുട്ട് ബാക്കി വരാനൊന്നും കാത്തിരിക്കില്ല. പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയിട്ടായിരിക്കും നമ്മളൊക്കെ കഴിക്കുക. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, ഇത് അങ്ങനെ തന്നെയാണ് കഴിക്കാമല്ലോ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.